എല്ലാവർക്കും കായാസ് ഹെൽത്തി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി ഡിഷുമായിട്ടാണ്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയത് പപ്പായ തോരൻ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം പപ്പായ തോരൻ. അപ്പോൾ എങ്ങനെയാണ് പപ്പായ തോരൻ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. പപ്പായ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പപ്പായ ഇങ്ങനെ നീളത്തിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു പപ്പായയുടെ പകുതി, ചെറിയ പപ്പായ ആണെങ്കിൽ ഒന്നെടുക്കാം, വലിയ പപ്പായ ആണെങ്കിൽ അതിൻ്റെ പകുതി പപ്പായാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഈ പപ്പായ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, ഒരുപാടൊന്നും വേണ്ട, കുറച്ച്, ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് അര സ്പൂണോളം മുളക് പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അടച്ചു വെച്ചിട്ട് ഇത് നന്നായി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അത് ഫുൾ തീയിലിട്ടിട്ട് നന്നായി ഒന്ന് വേവിക്കുക. ഒരു 5-10 മിനിറ്റ് നന്നായി തിളച്ചതിന് ശേഷം ഒരു മീഡിയം തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒന്ന് വേവിക്കേണ്ടിയിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. നമുക്കിതൊന്ന് തുറന്നു കൊടുക്കാം. പപ്പായൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളൊന്ന് ഉപ്പ് നോക്കി കൊടുക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് തേങ്ങയാണ് ചേർക്കാൻ പോകുന്നത്. കുറച്ച് തേങ്ങ, ഇതിപ്പോൾ ഒരു 2 പിടി തേങ്ങ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർക്കാൻ പോകുന്നത് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ തേങ്ങയും കറിവേപ്പിലും ഒക്കെ പപ്പായയിൽ നന്നായി ഒന്ന് പിടിക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാവൂ. നമ്മൾ അവസാനമാണ് നമ്മളിതിൽ കടുക് പൊട്ടിച്ച് ചേർക്കുന്നത്. വേണമെങ്കിൽ ആദ്യം ഒന്ന് കടുക് പൊട്ടിച്ച് ചേർത്തിട്ട് അതിലേക്ക് ഇത് പപ്പായ ഇട്ട് വേവിക്കാം. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി നല്ലത് അവസാനം ചേർത്ത് കൊടുക്കുന്നതാണ്. ഇപ്പോൾ നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കടുക് ഒന്ന് പൊട്ടിച്ച് ചേർക്കാം. അപ്പോൾ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പപ്പായ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.